ഹായ് ഓൾ. മത്സര പരീക്ഷകളിൽ പ്രധാനമായിട്ടും പി എസ് സി നമ്മളോട് ചോദിക്കുന്ന കുറച്ച് നേത്ര രോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. നേത്ര രോഗങ്ങളും അവ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഓരോ കാര്യങ്ങളിൽ നമ്മളോട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ, ഓരോന്നായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, നമുക്ക് ഒരു നിറവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതിന് എന്താ പേരിൽ അറിയപ്പെടുന്നത്? വർണ്ണാന്ധത. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വർണ്ണാന്ധത. വർണ്ണാന്ധത. ഇനി രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ, ചിലർക്ക് രാത്രി കണ്ണ് കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നിശാന്തത. എന്ത് പേരിൽ അറിയപ്പെടും? നിശാന്തത. ഇനി പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, പ്രായമായ ഒരു 60 അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഏജിലൊക്കെ ഉള്ളവർക്ക് അനുഭവപ്പെടുന്ന ഒരു രോഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തിമിരം. പ്രായം കൂടുന്തോറും നമ്മുടെ ലെൻസിലെ സുതാര്യത നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. ഇനി നേത്രഗോളത്തില് മർദ്ദം വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം, ഒരു പ്രഷർ നമ്മുടെ കണ്ണിന് അനുഭവപ്പെടും. അതുകൊണ്ട് അനുഭവപ്പെടുന്ന രോഗമാണ് എന്ത് പറയുന്നത്? ഗ്ലോക്കോമ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്ലോക്കോമ. ഇനി അടുത്ത് നമ്മുടെ നമുക്ക് രണ്ട് കണ്ണുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ണും ഒരേ വസ്തു നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് കഴിയില്ല. ആ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കോങ്കണ്ണ്. എന്തെന്ന് അറിയപ്പെടുന്നത്? കോങ്കണ്ണ്. അതായത് ഒരു വസ്തു അതിലോട്ട് നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് നമ്മളെ അനുവദിക്കില്ല. രണ്ട് കണ്ണും ഒരേ ദിശയിലോട്ട് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കോങ്കണ്ണ്. അപ്പൊ ഇത്രയും രോഗങ്ങള് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ബയോളജിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.